കുറച്ചു കാലം മുത്തശ്ശി കാലിനൊരു സർജറി കഴിഞ്ഞ് വീണ് കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി ഒക്കെ റിക്കവർ ചെയ്ത് വന്നു. വീണ്ടും പഴമയുടെ രുചിക്കൂട്ടുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പ്രതീക്ഷിക്കാം. എന്താ മാങ്ങ കടുക് മാങ്ങ ഉണ്ടാക്കുന്നുണ്ടോ? ഇതന്നെയുള്ളൂ കടുക് വാങ്ങി ഉണ്ടാക്കാനൊക്കെ. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ എങ്ങനെയും നോക്കിയിട്ട് ഇതിനൊക്കെ അച്ചാറൊന്നും ഇപ്പൊ ആർക്കും ചെലവില്ലേ? പണ്ട് നിന്റെ അച്ഛനും വലിയ ശ്രമമുള്ള കാലത്ത് അച്ചാറിന് വൈകുന്നേരത്ത് നല്ല ചെലവായിരുന്നു. വൈകുന്നേരത്താകുമ്പോ രണ്ടാൾക്ക് തികയില്ല. ഏത് മാങ്ങ? കടുമാങ്ങ ഉണ്ടാക്കാൻ പറ്റിയതാ. പക്ഷെ ഇത് വലുപ്പം കുറച്ച് വലുപ്പം കൂടി. സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കണ്ടേ? ഇപ്പം പറ്റിയൊന്നും ചെറുതാക്കി നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല. പോകും സദ്യക്ക് നോക്കും പോലെ അത് പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടിയില്ല. എന്തൊക്കെയാ വേണ്ട? നല്ലെണ്ണ. മുളക് 2 മണി ഉലുവ, കായം. കായം പൊടിയ കൂട്ടത്തിൽ മതി. ഇതാദ്യം കടുക് മുളകൊക്കെ റെഡിയാക്കിക്കോ. മുളക് പൊടിക്കണം. പൊടിക്കാം. രണ്ടെണ്ണം എടുത്തോ. ഇത് പൊട്ടി കഴിയുമ്പോൾ അത് രണ്ടും കൂടി ഇട്ടോ. ഒന്നും കൂടി മതി. ഇനി പൊടികളൊക്കെ നോക്കണം. ഇട്ടോളൂ. ഉലുവ കഴിക്കാൻ ഉലുവ പൊടിയില്ലെങ്കിൽ പൊടിയല്ല, ഉലുവയാണ്. ഉലുവ ഇതെന്താ മുളക് പൊടിയില്ലേ? ഇത് ഉലുവയും കായം കൂടി പൊടിച്ചു. ഉലുവയും കായം. ഓക്കെ. അതിലിട്ടിട്ടില്ല. അതുകൊണ്ട് സാധനം ഉണ്ടാവും. ഇവിടെ പൊടിയിട്ടാൽ ഇത് കൊഴുക്കും. ഇപ്പൊ പൊടികൾ പോരായില്ല, അതാണ്. പിന്നെ ഇപ്പോൾ മരിച്ചിരി ഏറി എനിക്ക് കൂട്ടുകാർ എന്നാലും പ്രശ്നമൊന്നുമില്ല. വെള്ളത്തിനൊക്കെ ചിലവാധികണ്ടാവില്ല. മതിയോ? എന്താ കായോ? കായ കിട്ടുന്നില്ല. വരൂ. കുറച്ച് കണ്ണിമാങ്ങ കിട്ടി.
അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അച്ചാറുണ്ടാക്കട്ടെ വെച്ചിട്ട് കണ്ണം വന്നപ്പോൾ പുറപ്പെട്ടതാ. അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇനി ചോറും ഉണ്ട്, അത് കൂട്ടിയിട്ട് ഞാൻ എല്ലാവരും കൂടി കൂട്ടൊക്കെ പഠിച്ചു. നന്നായിരുന്നു. കപ്പിൽ വേണമെങ്കിൽ എന്താ പായസം